എന്റെ സ്വഹാബത്തിനെ പിൻപറ്റിയത് കൊണ്ട് വിജയിക്കാൻ കാരണമാണെന്ന് പറഞ്ഞത്. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു വെച്ചവരാണ്. ജീവിതം പോലും മുത്തായ തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. അതിന് നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ചു നോക്കണം. സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് സ്വഹാബത്തിന് ഇത്രമാത്രം വലിയ മഹത്വം കിട്ടിയത് എന്നറിയണമെങ്കിൽ ആ സ്വഹാബികൾ ജീവിച്ച അവര് നബി തങ്ങളോട് കാണിച്ച ബഹുമാനം എത്രയാണെന്ന് മനസ്സിലാക്കണം. അവിടത്തോട് നൽകിയ ആദരവിനെ കുറിച്ച് നമ്മൾ അറിയണം. ജീവിതം പോലും മുത്തായ തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ മുസ്ലിമിന്റെയും ഈമാനദാ ഒരു ത്രാസിലെടുത്തു വെക്കുകയും മറ്റൊരു ത്രാസിൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനങ്ങ് വെച്ചാൽ കനം കൂടുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനിനാണ്. എന്തേ കാരണം? എന്താണ് ഇതിനൊക്കെ കാരണം? ഹബീബായ തങ്ങളെ സ്നേഹിച്ചതാണ്. ഹബീബായ തങ്ങളോടുള്ള ആദരവാണ്. അവിടത്തോട് കാണിച്ച ബഹുമാനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദാ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഹബീബായ തങ്ങളുടെ വലതു ഭാഗത്ത് നിൽക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അല്പനേരത്തിന് ശേഷം അതാ ചാടി വന്ന് മുന്നിൽ നിൽക്കുന്നു. മുത്തായ തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങള് വലത്തോട്ട് നീങ്ങുന്നു, ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുന്നു, പിന്നിൽ വന്ന് നിൽക്കുന്നു, മുന്നിൽ വന്ന് നിൽക്കുന്നു. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദീഖേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരവസ്ഥ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് സിദ്ദീഖേ സംഭവിച്ചത്? എന്ത് പറ്റി സിദ്ദീഖേ? കുറെ നേരമായല്ലോ, ഒരുപാട് നേരമായല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു, എന്ത് സംഭവിച്ചോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്കിങ്ങനെ നടന്നു വരുമ്പോൾ പേടിയാകുന്നു. തങ്ങളെ ആരെങ്കിലും വലതു ഭാഗത്ത് വന്ന് ആക്രമിച്ചാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലതു ഭാഗത്ത് നിന്നത്. അല്പനേരം കഴിഞ്ഞ് ഇടത്തെ ഭാഗത്തേക്ക് വരാനുള്ള കാരണം അത് തന്നെയാണ്. ഇടത് ഭാഗത്ത് വന്നിട്ട് ആരെങ്കിലും തങ്ങളെ ആക്രമിച്ചാലോ, പിന്നിൽ നിന്ന് തങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ, സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരാദരവാണ്. തങ്ങളുടെ ജീവനിന് വേണ്ടി സ്വന്തം ജീവൻ മാറ്റിവെച്ചു ആ സിദ്ദീഖ് തങ്ങള്. അതുകൊണ്ടാണ് അത്രയും വലിയ ബഹുമാനം കിട്ടിയത്, അത്രയും വലിയ പദവി ലഭിക്കാനുള്ള കാരണം അത് തന്നെയാണ്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നദാ പനി പിടിച്ച് കിടന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ചു. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ സന്ദർശിച്ചു വന്ന ഉടനെ തങ്ങളും വീട്ടിൽ കിടക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പനി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി പിടിച്ചത് കൊണ്ട് സിദ്ദീഖ് തങ്ങൾക്കും പനി പിടിച്ചു. അങ്ങനെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കാൻ വന്നു. തങ്ങളുടെ രോഗം അങ്ങ് ഭേദമായി. തങ്ങളതാ സിദ്ദീഖ് തങ്ങളെ സന്ദർശിക്കാൻ വന്നു. സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. നബി തങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല, റാഹത്തായി, എല്ലാം മാറിക്കിട്ടി. സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ പനി മാറിയതോടെ സിദ്ദീഖ് തങ്ങളുടെയും രോഗം മാറി. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു രോഗം വന്നപ്പോൾ
അത് കാരണം സിദ്ദീഖ് തങ്ങളും രോഗിയായി. നബി തങ്ങളുടെ രോഗം ശിഫയായപ്പോൾ സിദ്ദീഖ് തങ്ങളെ